ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പലരുടെ മനസ്സിലുള്ളൊരു സംശയമാണ്, ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരുമോ അഥവാ സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലയിൻറ്റ് വരുമോ. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകും അല്ലെങ്കിൽ ഓഫ് ആകും. അതിനുശേഷം എപ്പോഴാണ് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത്, അല്ലെങ്കിൽ മാനുവൽ വാഹനമാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആകും. അപ്പോൾ ഇങ്ങനൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇത് ഓണും ഓഫും ആയി കഴിഞ്ഞാൽ ബാറ്ററി, സ്റ്റാർട്ടർ ഈ രണ്ട് കാര്യത്തിന് കംപ്ലയിൻറ്റ് വരുമോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഉള്ളത് വാഗണാറാണ്. 2025 ഏറ്റവും പുതിയ മോഡൽ വാഗണാറാണ്. ഈ വാഗണാറിലത് ഈ കാണുന്ന സ്വിച്ചാണ് ഞാൻ പറഞ്ഞൊരു ഫംഗ്ഷൻ, അതായത് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. ഓട്ടോ ഓഫ് എന്നുള്ള രീതിയിലാണ് എ ഓഫ് എന്ന് പറഞ്ഞിവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിന് എന്തെങ്കിലും ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ വരുന്ന മാറ്റം എന്താണ്? നമുക്ക് ജസ്റ്റ് നോക്കാം. ബാറ്ററി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സാധാരണ ബാറ്ററി ആണോ ഈ വാഹനത്തിൽ വരുന്നത്, അതോ വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ബാറ്ററി ആണോ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതൊന്ന് തീർക്കാം. ഇവിടെ ഒരു നോർമൽ ബാറ്ററി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ബാറ്ററി ISS ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതായത് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നൊരു ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി മാത്രം നിങ്ങൾ വാഹനത്തിൻ്റെ ബാറ്ററി കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ മാറ്റുന്ന സമയത്ത് ഈ സെയിം ബാറ്ററി തന്നെ വെക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാറ്ററിക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു സംശയമാണ്, ഏതെങ്കിലും രീതിക്ക് വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിന് കംപ്ലയിൻറ്റ് വരും. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിന് കംപ്ലയിൻറ്റ് വരുമെന്ന് പേടിക്കണ്ട. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ വാഹനം എത്ര തവണ നിങ്ങൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്തിട്ടുണ്ട്? കൗണ്ട്ലെസ് ടൈമാണ്. അതായത് നമുക്ക് എണ്ണമില്ല എത്ര തവണ നമ്മുടെ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നത്. ഇവിടെ പക്ഷേ വേറെ ഹൈബ്രിഡ് ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ആകപ്പാടെ വരുന്നൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവുന്നതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും ഫ്യൂവൽ ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ പലരും ചോദിക്കും, വാഹനം തണുത്ത് പോകത്തില്ലേ, തണുത്താൽ കുഴപ്പമല്ലേ, പിന്നെ കൂടുതൽ ഫ്യൂവൽ ചിലവാകത്തില്ല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി? ഇല്ല. ഒരു ടെക്നോളജി അവർ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ വളരെ കൃത്യമായിട്ട് അവർ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഒരു ടെക്നോളജി കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പേടിക്കേണ്ട കാര്യമില്ല. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ ഒരു ഫംഗ്ഷൻ ഓഫാക്കിയിടുന്നതല്ലേ നല്ലത്, വാഹനത്തിനും നല്ലത് അതല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഓഫാക്കേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, നല്ല രീതിക്ക് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയും കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. കാരണം ഇത് കമ്പനി പ്രൊവൈഡഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, അല്ലാതെ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും.